ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളൊരു പഠന റിപ്പോർട്ട് തികച്ചും യാഥാർത്ഥ്യവും നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഒട്ടും ഹാപ്പിയല്ല എന്നുള്ളതാണ് ആ ഒരു പഠന റിപ്പോർട്ട്. എന്താണ് അതിനുള്ളൊരു കാരണം? അതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ നല്ലൊരു ശതമാനം യുവാക്കളും തൊഴിൽ രഹിതരാണ് എന്നുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ തൊഴിലുള്ള ആളുകൾക്ക് തന്നെ അവരുടെ ദൈനംദിന ചിലവുകളും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളൊരു വിവരവുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു വാഹനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോൺ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളിലും ഓരോ വീടുകളിലും ഒന്നിൽ കൂടുതൽ ലോണുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ യുവാക്കൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് തന്നെ ലോണ് ഇടപാടുകൾ തീർക്കുന്നതിനും ഒട്ടനവധി ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും ഫിനാൻഷ്യൽ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് അതിൻ്റെ അടച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു നെട്ടോട്ടത്തിലാണ് ഇന്നത്തെ നല്ലൊരു ശതമാനം യുവാക്കളും. അധ്വാനിക്കുന്ന പണം മുഴുവൻ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കാതെ, ഒന്നും തന്നെ മിച്ചം വെക്കാൻ പോലും കഴിയാതെ, അമിതമായി പലിശ നൽകിക്കൊണ്ട്, കൂട്ടുപലിശ നൽകിക്കൊണ്ട്, ഒന്നോ രണ്ടോ അടവുകൾ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പലിശയ്ക്ക് മീതെ വീണ്ടും പലിശ നൽകിക്കൊണ്ട് മാനസികമായും സാമ്പത്തികമായും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവ തലമുറ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വിനിയോഗത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എങ്കിൽ ഇന്നത്തെ യുവത്വം വഴിതെറ്റിപ്പോകുവാനും എളുപ്പത്തിൽ പണം സമ്പാദിക്കുവാനുമുള്ള തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും തൊഴിലവസരങ്ങൾ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല മേഖലകളിലും കഴിവ് തെളിയിച്ചവരായിട്ടും അവരുടെ ആ കഴിവിനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുവാൻ നമുക്കോ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഏതായാലും സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികളും സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ തരത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനുള്ള നിയമക്രമങ്ങളൊക്കെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ പണമിടപാടുകളിലും നമ്മുടെ കുടുംബ ബജറ്റുകളെല്ലാം നിയന്ത്രിച്ചില്ല എങ്കിൽ വരും കാലങ്ങളിൽ ജീവിക്കാൻ നമുക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ യുവതലമുറയുടെ ഈ ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാം ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് യുവാക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയും അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോലും ചെന്നെത്താൻ വളരെ സാധ്യത കൂടുതലുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത
ഉറപ്പുവരുത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.